ഫ്രിഡ്ജ് തുറന്ന് തക്കാളി നോക്കിയപ്പോൾ തക്കാളി തീർന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് രസം വെച്ചിട്ടേ അടങ്ങൂ. ആൻഡ് ഇതിന് രസം എന്നല്ല, കാരണവന്മാർ ഇതിനെ വെറും പുളി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, ഒരു കുഞ്ഞൻ കഷ്ണം പുളിയെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. ആൻഡ് ഒരു 3/4 ഗ്ലാസ് ഉപ്പും അപ്പോൾ തന്നെ ഇടുക. ഇല്ലെങ്കിൽ ഉപ്പ് പിടിക്കാൻ പാടായിരിക്കും. ആൻഡ് ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ സാധാരണ ചതച്ചാണ് ഇടുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് അമ്മ എനിക്ക് പറഞ്ഞ ടിപ്പാണേ. ആൻഡ് അതൊക്കെ വേഗം ചതച്ചെടുത്തു. 6 വർഷം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിൽ കിടന്ന് പയറ്റിയിട്ട് ഉള്ളി മര്യാദയ്ക്ക് അരിയാൻ ഇതുവരെ എനിക്കറിയത്തില്ല. അമ്മയുടെ സ്ഥിരം കംപ്ലൈൻ്റ് ആണ്. ആൻഡ് കാരണം കുഞ്ഞനായിട്ട് അരിയണം. ഞാൻ അരിയുമ്പോൾ ശരിയാവത്തില്ല. എൻ്റെ കൈയുടെ ബാക്ക് വശമൊക്കെയാണ് മുറിയാറ് സാധാരണ. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുത്തിട്ട് ഓടിപ്പോയി കറിവേപ്പിലയും പറിച്ചിട്ട് വന്നു. ദേ കണ്ടോ എൻ്റെ സെറ്റപ്പ്. വേഗം ഒരു ചീരച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ആൻഡ് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സാധാരണ പോലെ നമ്മൾ കടുകിട്ടു. പൊട്ടിയില്ല. നിങ്ങൾ കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യത്തില്ല, എൻ്റെ കടുകൊട്ട് പൊട്ടത്തുമില്ല. അപ്പോൾ ഇത് രണ്ടും നടക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം മുളകൊക്കെ ഇട്ടു. കറിവേപ്പില ഇടുമ്പോൾ എന്തായാലും എന്നൊരു ശബ്ദം എന്തായാലും കേൾക്കും. ആ കറിവേപ്പില ഇട്ട് ശബ്ദമൊക്കെ കേൾപ്പിച്ചിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇത് നല്ല മൂത്ത് വരണം കേട്ടോ. നല്ല മൂത്ത് ബ്രൗൺ കളർ ആവണം. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒത്തിരി സമയം എടുക്കും. കാരണം അടി ചട്ടിയുള്ള കട്ടിയല്ല, അടി കട്ടിയുള്ള നല്ല ചീനച്ചട്ടിയാണ്. അപ്പോൾ വേഗം തന്നെ ഞാൻ അതൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു കളറാവണം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ പിഴിഞ്ഞ് വെച്ച പുളിയെല്ലാം കൂടി അതിനകത്തേക്ക് ഒഴിക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്തവണ ഞാനും ഈ കായവും കൂടെ എപ്പോഴും അടിയാണ്. കാരണം ഞാൻ കായം ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ വേറെ ഈ രസം ഒഴികെ വേറെ എല്ലാ കറിയിലും അത് വീഴും. എന്നാലും രസത്തിൽ വീഴത്തില്ല. ഇപ്പം ഞാൻ അതിസാഹസികമായി രസത്തിൽ തന്നെ വീഴോ ഇപ്പം നോക്കിക്കോണേ, വീണു ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ച് എടുത്ത് പാത്രത്തിലേക്ക് വെച്ചു. ഇതാണ് ഇന്നത്തെ കറികൾ. കൊള്ളാവോ? ലൈക്ക് ചെയ്യണേ.